ടാസ്ക് ക്യാൻസലായി പോയല്ലോ ഒരെണ്ണം, ജ്യൂസിൻ്റെ ടാസ്ക്. അതിലെന്താ സംഭവിച്ചതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്ത് കാരണത്താലാണ് യഥാർത്ഥത്തിൽ ആ ടാസ്ക് ക്യാൻസലായി പോയത്? അനീഷിനോടാണ് ലാലേട്ടൻ ചോദിച്ചത്. അപ്പോൾ അനീഷ് എണീച്ചിട്ട് പറയുകയാണ്. അനീഷ് ഓണറിൻ്റെ കുപ്പിയെല്ലാം എടുത്തെറിഞ്ഞ് അനീഷ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വിളിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ആക്ച്വലി ഈ ഗെയിമിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോയിൻസുകൾ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ കോയിൻസ് ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആദ്യത്തെ തവണ ടാസ്ക് നടന്നപ്പോൾ ഞങ്ങൾക്ക് ഓണേഴ്സിന് പോയിൻറ്റ്സ് കിട്ടിയതേ ഇല്ല. അത് ഓക്കെ, ആദ്യത്തെ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. രണ്ടാം റൗണ്ട് ആയപ്പോഴും ഒരുപാട് ആ ബോട്ടിൽ ഏജൻസിനോട് നമ്മൾ വില പേശിയിട്ടൊക്കെയാണ് ബോട്ടിലെല്ലാം കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയത്. ആ തവണയും നമുക്ക് ഒന്നും തന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അനുമോളായിരുന്നു അതിൻ്റെ ആള്, ഇൻസ്പെക്ടർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു തുടങ്ങി, പുള്ളിക്കാരൻ കൊണ്ടുവന്ന ബോട്ടിലിനകത്ത് മുടി കിടപ്പുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ന കത്തിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു വൃത്തി നോക്കണമെന്നും പിന്നെ അളവ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് എഴുതിയിരുന്നു. ടേസ്റ്റ് നോക്കണം, പിന്നെ ക്വാണ്ടിറ്റി ലെവലെല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നും അനുമോൾ പറയുന്നുണ്ട്. അതിനിടയിൽ അനീഷ് ചോദിക്കുന്നുണ്ട്, മൂന്നാമത്തെ റിജക്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്, രണ്ടാമത്തെ റിജക്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇതൊക്കെ കൊണ്ടാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, സ്ത്രീകളുടെ മുടിയാണോ അതോ പുരുഷൻ്റെ മുടിയാണോ അതിനകത്ത് നിന്ന് ലഭിച്ചത്? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, സ്ത്രീകളുടെ അല്ല പുരുഷൻ്റെ മുടിയാണ് കിട്ടിയത്. അപ്പോൾ അനീഷ് പറയാണ്, ഇത്രയുള്ളൊരു കുഞ്ഞു മുടിയായിരുന്നു ലാലേട്ട, ടോട്ടൽ 18 കോയിൻ കിട്ടേണ്ടെന്ന കണക്കുള്ള ബോട്ടിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു ലാലേട്ട, ഒറ്റ കോയിൻ പോലും എനിക്ക് തന്നില്ലെന്നും അനീഷ് പറയുന്നുണ്ട്. എല്ലാം റിജക്റ്റ് ചെയ്ത് കളഞ്ഞു മൂന്നാമത്തെ റൗണ്ടിൽ. അനുമോൾ പറയുന്നുണ്ട്, ലെമൺ ബോട്ടിലിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് 2 ബോട്ടിൽ ലെമൺ സെലക്ട് ചെയ്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിലെ വിളിക്കുകയാണ് പിന്നെ ലാലേട്ടൻ ചോദിക്കാനായിട്ട്.